ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിന് സമീപമാണ് നമ്മളുള്ളത്. ഇവിടുത്തെ MCF പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുടുംബശ്രീ അംഗങ്ങൾ ഈ ശോചനീയമായ അന്തരീക്ഷത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇവർക്ക് ഒരു മിനി MCFന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം വിളക്കുടിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് തുറന്ന് ഇതുവരെ നൽകിയിട്ടില്ല. 2 വർഷത്തോളമായി ഈ കാണുന്ന സാഹചര്യത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. നമുക്കിവരുടെ ആ സാഹചര്യം ഒന്ന് നേരിട്ട് മനസ്സിലാക്കാം. വളരെ ഭീതിജനകമായ ഒരന്തരീക്ഷമാണ് ഈ നിലനിൽക്കുന്നത്. കാരണം ചുറ്റും കാടാണ്, നിരവധി ഇഴജന്തുക്കളാണ് ഇതിനകത്തുള്ളത്. 2 വർഷമായിട്ട് ഇതേ സ്ഥിതി തുടരുകയാണ്. അതാണ് ഈ കമ്പികൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന, ദ്രവിച്ച് കോൺക്രീറ്റുകൾ ഇളകി വീഴുന്ന ഇത്തരം ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് ഇരുന്നാണ് ഇവർ ഈ പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമൊക്കെ വീടുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഈ മാലിന്യ വസ്തുക്കൾ ഇവിടെ വെച്ച് തരംതിരിച്ച് ആണ് ഇവർ സംസ്കരണശാലയിലേക്ക് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ നമ്മളോട് പറഞ്ഞ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടുന്ന യാതൊരു സംവിധാനവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടില്ല. അതുകൂടാതെ ഗ്ലൗസുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഉള്ള അവരുടെ ഒരു ജീവിത മാർഗമായതുകൊണ്ട് അതങ്ങനെ എന്ത് കഷ്ടപ്പാടും സഹിച്ച് അങ്ങനെ അങ്ങ് തുടർന്നു പോകുന്ന സ്ഥിതിയാണിത്. ഇതിൻ്റെയൊക്കെ അടിവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റുകൾ പൂർണ്ണമായിട്ടും കമ്പികൾ ദ്രവിച്ച് കോൺക്രീറ്റുകൾ ഇളകിയിരിക്കുന്ന അവസ്ഥയാണ്. ഞാനൊരു 40ഓളം വർഷത്തെ പഴക്കമുണ്ട്. പണ്ടത്തെ കുന്നിക്കോട് ചന്തയായിരുന്നു. ഇതൊക്കെ ഇറച്ചി സ്റ്റാളുകളും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ആ ഓരോ സ്റ്റാളുകളിലാണ് ഇവർ തരംതിരിച്ച് ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അതിഭീകരമായ അവസ്ഥ. ഇഴജന്തുക്കൾ, ഇവിടെ നിരവധി വലിയ വിഷപ്പാമ്പുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അധികൃതരെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവരുടെ നിരന്തരമായുള്ള ആവശ്യമാണ് സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാനുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി തരണമെന്നുള്ളത്. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് വളരെയധികം ഈ ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവിടെ ഈ ടാർപ്പാക്കി ഇത് അവരുടെ പൈസ കൊടുത്ത് തന്നെ അവർ വാങ്ങിക്കെട്ടിയതൊക്കെയാണ്. പക്ഷേ വലിയ മരക്കാലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ടാർപ്പയെല്ലാം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്. സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ടാർപ്പാകൾ ഇത് മുകളിൽ മരച്ചില്ലകളും കാടുകളും ഒക്കെ വീണ് മരങ്ങൾ ഒഴിഞ്ഞു വീണ് അത് ടാർപ്പ കീറി ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ വെട്ടത്തിന് യാതൊരു സംവിധാനമില്ല. ഇഴജന്തുക്കൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് നിലവിലത്തെ ഇതിൻ്റെ സ്ഥിതി. അപ്പം ഈ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള നിരന്തരമായ ആവശ്യമാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടി ഇവിടെ എത്താൻ പ്രേരകമായത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് നീങ്ങാം. തീർച്ചയായിട്ടും ഇത് മാറ്റേണ്ടത് തന്നെയാണ്. കാരണം ഹരിതകർമ്മസേന അംഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്ക് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇത് ഈ ഡംപ് ചെയ്യുന്ന സമയത്തും അത് നീക്കം ചെയ്ത് ഇത് വേർതിരിക്കുന്ന സമയത്തും ഒക്കെ അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്ക് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള ഈ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നുണ്ടോ? ഗ്ലൗസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സമയബന്ധിതമായി തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അവരുടെ പരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നിലവിൽ ഒരു MCF നമുക്ക് നല്ല രീതിയിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുണ്ട്. MCF എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്വന്തമായ ഒരു കെട്ടിടം വയ്ക്കുന്നതിനും അതിനു വേണ്ടുന്ന പരിരക്ഷകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ
നമ്മുടെ പഞ്ചായത്തിൽ നീക്കിവെച്ചിട്ടുണ്ട്. നിലവിലത്തെ ഭരണസമിതി നീക്കിവെച്ചിട്ടുണ്ട്. നിലവിലത്തെ ഭരണസമിതി നീക്കിവെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2-3 അപേക്ഷകൾ വസ്തുക്കാർ അപേക്ഷകൾ തന്നിട്ടുണ്ട്. വസ്തുവിൻ്റെ ഉടമസ്ഥർ അപേക്ഷകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ വാല്യുവേഷൻ നോക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന MCF സ്വന്തമായി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്തു. എന്തായാലും സമീപ ഭാവിയിലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു MCF വരുമെന്ന് പ്രതീക്ഷിക്കാം. പുനലൂർ നഗരസഭയിൽ ഉള്ളതുപോലെ ഒരു സംസ്കരണശാലയും ഈ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. വിളക്കുടി പഞ്ചായത്ത് ഇപ്പോൾ ഈ നിലവിലുള്ള ഭരണസമിതി കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പാണ് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. വിളക്കുടി പഞ്ചായത്ത് മാലിന്യമില്ല, മാലിന്യമുക്തമായ പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഈ താൽക്കാലിക MCF എന്ന് നമ്മളിപ്പോൾ ഇറങ്ങി കണ്ടു. അത് യഥാർത്ഥത്തിൽ MCF അല്ല. അവിടെ സ്ലാട്ടർ ഹൗസും അതേപോലെ ഇറച്ചിക്കടയും മീൻകടയും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അത് ഏതാണ്ട് 30 വർഷത്തിലധികം പഴക്കമുണ്ട്. ഏത് സമയവും അത് തകർന്നു വീഴുന്ന ഭാഗത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഈ പറയുന്ന മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരംതിരിക്കാൻ എത്തിക്കുന്നത്. എന്നാൽ പോലും പല പ്രദേശങ്ങളിലും ഓരോ വാർഡിൻ്റെയും പല ഭാഗങ്ങളിലും ആ വാർഡിൽ കളക്ട് ചെയ്ത മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ പഞ്ചായത്ത് ഉടനീളം നടന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുന്നത് സ്റ്റോക്ക് ചെയ്ത് സമയബന്ധിതമായി അവിടുന്ന് മാറ്റുന്നില്ല. അവിടുന്ന് മാറ്റുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിലുണ്ടായി. ഇവിടെ പറഞ്ഞല്ലോ, 2-ാം വാർഡിൽ ഒരു അതിസുന്ദരമായ ഭംഗിയായ ഒരു MCF, അതായത് മാലിന്യ മെറ്റീരിയൽ കളക്ടിങ് ഫെസിലിറ്റി സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും അതിന് തുക മുടക്കിയിട്ടുണ്ട്. ശുചിത്വ മിഷന്റെ പണം അതിന് മുടക്കിയിട്ടുണ്ട്. ആ മുടക്കി അങ്ങനെയുള്ള ഒരു സ്ഥാപനം നിലനിൽക്കെ വീണ്ടും ഈ പഞ്ചായത്ത് കമ്മിറ്റി സ്ഥലം വാങ്ങിക്കാൻ പൈസ വെച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിൽ അഴിമതിയെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അത് കാരണം വിളക്കുടി പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തന്നെ ഈ MCF തന്നെ വൃത്തിയാക്കി എടുത്താൽ ഇത് ഈ പറയുന്ന ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കളഞ്ഞ് ഇവിടെ നല്ലൊരു MCF സ്ഥാപിക്കാം. നിലവിലുള്ള MCF, നിലവിൽ നല്ല ഒരു ഭംഗിയായ MCF സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വാർഡിലെ ജനങ്ങൾക്ക് എതിരുണ്ട് എന്ന് ഇവർ പറയുന്നു. പക്ഷേ എതിരുണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും അവിടെ തുക മുടക്കി അതിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും അതിന്റെ ഭംഗി കൂട്ടുന്നതിനും അതിനെ നന്നാക്കുന്നതിനും വേണ്ടി ഇവർ പണം എന്തിനാ മുടക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം കഴിഞ്ഞ 2-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരം അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാതെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് അവിടെ ഈ MCF സ്ഥാപിച്ചത്. അപ്പൊ ആ MCF ഇപ്പൊ പറയുന്നു അവിടെ ജനങ്ങൾക്കെതിരുണ്ട്, അത് പറ്റില്ല എന്ന് പറയുമ്പോഴും അവിടെ പണം മുടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആവണീശ്വരത്ത് പഞ്ചായത്തിൻ്റെ വക ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് ഒരു MCF അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഭരണസമിതി അത് നിർമ്മിക്കുമ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങളും ഗ്രാമസഭയടക്കം അതിനെതിരായിരുന്നു. അപ്പം ഏത് തരത്തിലാണ് അവിടെ അത് നിർമ്മിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം എല്ലാ വാർഡുകളിലും MCF വെച്ച് ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് കഴിഞ്ഞ ഇപ്പോൾ ഒരു 1.5 ഇവിടെ പഞ്ചായത്തിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. ഭരണമാറ്റം ഉണ്ടായി ഒരു 1.5 വർഷക്കാലം ആകുന്നേ ഉള്ളൂ ഈ ഭരണമാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം വന്നത്. അതിനിടയ്ക്ക് ഇവിടെ MCFന് വേണ്ടി ഈ പഞ്ചായത്ത് തലത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 1-2 കാഷ്യൂ ഫാക്ടറികൾ വാടക എടുക്കുന്നതിന് വേണ്ടി അവരുമായി സമീപിച്ചിട്ടുണ്ട്. സ്വന്തമായി വസ്തു വാങ്ങി MCF നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ MCF പ്രവർത്തിക്കുന്ന സ്ഥലം അത് ശരിയായ ഒരു രീതിയിലല്ല പോകുന്നത്. തീർച്ചയായിട്ടും ആ തൊഴിലാളികൾക്ക് പരിരക്ഷ വേണം. അവരെ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ ഇത് തിരയുന്നതിന് വേണ്ടി MCFന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ രാഷ്ട്രീയ ഭേദം മറന്ന് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്ന് അവരെ ഒരു മാനുഷിക പരിഗണന കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് നിലയിൽ കഴിഞ്ഞ ഭരണസമിതി ഈ 2-ാം വാർഡിൽ ഒരു MCFന് വേണ്ടി സ്ഥലം എടുത്തു. പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അവിടെ സ്ഥലം എടുത്തു എന്ന് അതൊരു ആക്ഷേപം പോലെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടുണ്ടായോ? അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബിൽഡിംഗ് പണിയാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് നമ്മുടെ പേപ്പർ കൊട്ടാരമാണ് കൊണ്ടുവന്ന് വെക്കാൻ. അവിടെ പണിഞ്ഞു, അതിന് MCF എന്ന് പേരും വെച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ MCF എന്ന് അതിന് ബോർഡും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ,
ഇപ്പം പിന്നെ ബഹുമാനായ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഭരണസമിതി വന്നിട്ട് 1.5 വർഷമായതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5-6 ലക്ഷം രൂപ അതിനകത്ത് വീണ്ടും മുടക്കിയിട്ടുണ്ടല്ലോ. അതിനകത്ത് ഇൻ്റർലോക്ക് ഇട്ടു, അതിന് പിന്നെ വെളിയിൽ ഷീറ്റ് ഇട്ടു, എല്ലാം ഇട്ടു. അപ്പം ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജനങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവിടെ ജനങ്ങളുടെ എതിർപ്പുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ 19-ാം വാർഡിൽ താമസിക്കുന്നത് ജനങ്ങളല്ലേ, അത് മാത്രമല്ല ഈ ജോലി ചെയ്യുന്നവർ ജനങ്ങളല്ലേ. കാര്യം ഇത് ശുചിത്വ മിഷന്റെ ഫണ്ട് വെച്ചാണ് ചെയ്തത്. ഇത് സ്വാഭാവികമായിട്ട് എൻ്റെ വാർഡിലല്ല, വേറെ ഏത് വാർഡിൽ 2-ാം വാർഡ് ആയാലും 3-ാം വാർഡ് ആയാലും ഇനി ഏത് വാർഡായാലും ജനങ്ങളുടെ നികുതി പണം എടുത്ത് നമ്മളൊരു ഇത് ചെയ്താൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അവിടെ MCF എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ കാണാമല്ലോ, അവിടെ MCF എന്ന് അതിനകത്ത് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഇവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ടല്ലല്ലോ ഹരിതകർമ്മസേന തുടങ്ങിയത്. ഈ കുന്നിക്കോട് ഈ പറയപ്പെടുന്ന സാൾട്ട് റോസ് പണ്ടത്തെ മാട് പിന്നെ അറുക്കുന്ന കശാപ്പുശാലയാണിത്. അവിടെ ഇത് വെച്ചത് ഈ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടോ അദബിയ നാസറിന്റെ പിന്നെ ഭരണസമിതി വന്നിട്ടോ അല്ല. ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് C. വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലം മുതൽ ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടതാണ്. പക്ഷേ ഞാൻ പഞ്ചായത്ത് ഈ വാർഡിന്റെ മെമ്പർ ആയപ്പോൾ ആദ്യമായി കമ്മിറ്റിയിൽ ഞാൻ ഇതിനെ എതിർത്തതാണ്. ഇവിടെ ഇത് പറ്റത്തില്ല, ഇത് ജനങ്ങൾ തിങ്ങി കാരണം ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കുക, എക്സൈസ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇവിടെ എല്ലാം ചുറ്റുവട്ടത്ത് വീട്, ഇതിന്റെ തൊട്ട് താഴെ സാധാരണക്കാരായ വെറും പാവത്തുള്ള ഹരിജനങ്ങളായ 3-4 പേര് താമസമുണ്ട്. അവർ ഇതുവഴിയാണ് നടന്ന് ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരുന്നത്, അവർക്ക് ഇന്ന് വരുന്നില്ല. ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ എക്സൈസ് ഓഫീസിന്റെയും പോലീസ് സ്റ്റേഷന്റെയും വേസ്റ്റുകൾ മൊത്തം കൊണ്ടുവന്ന് വർഷങ്ങളായി, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളവരെ വണ്ടികളും സാധനങ്ങളും മണൽ ലോറിയും കൊണ്ടുവന്ന് വിട്ടിരിക്കുക. ഇവിടുത്തെ പിന്നെ റൂറൽ SP ഹരിശങ്കർ സാർ റൂറൽ SP ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിന് ഞാൻ നിവേദനം നൽകിയതാണ്, ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റണം. നമ്മൾ പറയുന്നു ഏറ്റവും കൂടുതൽ ഡെങ്കു കേസുകൾ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഈ 19-ാം വാർഡിലാണ്. നിലവിൽ 10ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ട് ചെയ്യുന്ന വീടുകളുടെ പരിസരത്ത് ആരോഗ്യവകുപ്പ് വന്ന് ചിരട്ടയ്ക്കകത്ത് ഇല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പിനകത്ത് വെള്ളം ഇരിപ്പുണ്ട്, ആ വെള്ളത്തിലാണ് കൊതുവിൻ്റെ ഉറവിടം എന്ന് പറയുമ്പോൾ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇവിടെ നോക്കണം. അത് മാത്രമല്ല, കൊറോണ വീണ്ടും വരുന്നു. ഈ പറയപ്പെടുന്ന 40 സഹോദരിമാർ അവർ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതാണ് ഈ പണിക്ക് വരുന്നത്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഏതെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് ആരും വരത്തില്ല. അത്രത്തോളം നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് അവർ ഈ ജോലിക്ക് വരുന്നത്. ആ വരുന്നവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും പഞ്ചായത്തിനും മാധ്യമപ്രവർത്തകർക്കും ഈ പൊതുസമൂഹത്തിനും ഉണ്ട്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാലിന്യ സംസ്കരണത്തിൻ്റെ കേന്ദ്രത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടുത്തെ ശോചനീയാവസ്ഥ. അവരുടെ ആവശ്യം, അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ ഉറപ്പുള്ള ഒരു കെട്ടിടം വേണം എന്നൊരാവശ്യമാണ് അവർ നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇതുമായി നമ്മളോട് പ്രതികരിക്കാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹരിത കർമ്മസേന പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. നമുക്ക് അതുമായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തന്നെ നീങ്ങാം. ഇവരൊരു ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യം, അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ ഉറപ്പുള്ള ഒരു കെട്ടിടമില്ല, ഒരു കെട്ടിടം നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് അവരെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താമസം വരുന്നത്? ഇത് നിലവിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ എന്നാണോ ഹരിതകർമ്മസേന പ്രവർത്തനം തുടങ്ങിയത് അന്ന് മുതൽ MCF സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിലവിൽ MCF എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ. അതായത് 2000 പഞ്ചായത്ത് ഭരണസമിതി അംഗമായ ഞാൻ ഭരണസമിതി വരുന്ന സമയം തന്നെ 2-ാം വാർഡിൽ നമ്മളൊരു മിനി MCF തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ സമയം തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അതിനെതിരായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സംസ്കരിക്കുന്നത് കൂടുതലും പ്ലാസ്റ്റിക്കും കുപ്പികളും അങ്ങനെ സാധനങ്ങളാണ്, അല്ലാതെ അഴുകി ദ്രവിക്കുന്ന അജൈവ മാലിന്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അജൈവ മാലിന്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അന്നത്തെ പ്രദേശവാസികൾ അവർക്ക് മൊത്തത്തിൽ എതിർപ്പായിരുന്നു. അതനുസരിച്ച് അവിടുത്തെ ഗ്രാമസഭ 2-ാം വാർഡിലെ ഗ്രാമസഭ പ്രമേയം പാസ്സാക്കി അവിടെ MCF സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും അവിടെ ഒരു MCF സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ പ്രാദേശികമായിട്ടുള്ള എതിർപ്പ് കാരണമാണ് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത്.
കാരണം ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഗ്രാമസഭ 2 പ്രമേയമാണ് അവിടെ പാസ്സാക്കിയത്. അവിടെ MCF കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നിലവിലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അവിടോട്ട് മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ജനങ്ങളുടെ പൊതുവായൊരു എതിർപ്പ് കാരണമാണ് അത് തുറക്കാനായിട്ട് പറ്റാത്തത്. നിലവിൽ നമുക്ക് MCF പ്രവർത്തിക്കാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യം ഏതെങ്കിലും വാർഡിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിന് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി 3 പേര് നമുക്ക് പഞ്ചായത്തിനായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് സ്ഥലത്തിനായിട്ട്. അതിൻ്റെ വാല്യുവേഷൻ എടുക്കണം. വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥലം കണ്ടെത്തി അവിടെ തന്നെ MCF ചെയ്യാനായിട്ട്, പുതിയ MCFൻ്റെ കെട്ടിടം പണിയാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ബാക്കിയുള്ളവരുടെ ചോദിച്ചിട്ട് വരാം. ഇവിടെ നിലവിൽ MCFൻ്റെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ജോലി ചെയ്താൽ മതിയോ? അല്ല, ഇത് വളരെ ഒരു ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. അവർക്കൊരു മാനുഷികമായിട്ടൊരു പരിഗണന കൊടുക്കാനായിട്ട് ഇവിടുത്തെ അധികാരികൾ തയ്യാറാവുന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര മാത്രം വൃത്തിഹീനമായ അന്തരീക്ഷം, അപകടം പിടിച്ച അന്തരീക്ഷം, തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് ഈ പാവങ്ങളായ സ്ത്രീകൾ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു മാനുഷിക പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന വലിയൊരു കർമ്മമാണ്. ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന നിലയിൽ വന്ന ഒരു പദ്ധതിയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ നടപ്പിലാകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അവർ സമാഹരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കൃത്യമായിട്ട് ഇവിടുന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ MCF സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നു. അത് ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രശ്നമാണ്. അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തത് അല്ലെങ്കിൽ പിടിച്ചടക്കലിൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോകുന്നതിന് പകരം ഈ MCF ഇവിടെ എവിടെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് എത്രയും വേഗം സ്ഥാപിച്ച് ഇവിടുത്തെ തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം കൊടുക്കണം. ഈ കളക്ട് ചെയ്യുന്ന അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇപ്പം വിളക്കുടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ പേവിഷബാധയായിട്ടൊരു കുഞ്ഞു മരിച്ചൊരു അപകടം. അതിനും ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ ഇവിടുത്തെ ഭരണസമിതിക്കൊന്നും സാധിക്കത്തില്ലല്ലോ. അതും ഇതുപോലെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടായതാണ്. ഇനി ഇതും ഇതുപോലെ ഒരു ദുരന്തത്തിൽ കലാശിച്ചാൽ മാത്രമേ ഇവർ തീരുമാനം എടുക്കുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഇവിടെ ഇനി ഏതെങ്കിലും തൊഴിലാളികൾ പാമ്പ് കടിച്ച് അവരുടെ ജീവൻ അപായത്തിലായിട്ട് മാത്രമേ ഇവർ ചെയ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് വളരെ വലിയ എതിർപ്പാണുള്ളത്. അവിടെ നിലവിൽ അത് MCF പ്രവർത്തിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ആ കെട്ടിടമെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ ഫണ്ട് ചെലവാക്കുന്നതായിട്ടൊരു ആരോപണം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നിലവിൽ നമ്മൾ പുതിയ MCF പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുക, അതേ ഉള്ളൂ നമ്മുടെ ചിന്ത. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് അത് തന്നെ. ഇപ്പോൾ ഉള്ള അവിടുത്തെ ജനങ്ങൾ, പ്രാദേശികമായിട്ട് അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞില്ല ഇത് MCF എന്നുള്ളത്. പക്ഷെ അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനെതിരെ പ്രതിഷേധം. നിലവിൽ അത് ഇപ്പം തന്നെ ഇപ്പം വേറൊരു വിഷയമുണ്ട്. നമ്മൾ 2 കാഷ്യൂ ഫാക്ടറി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. 2 ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനായിട്ട്. അപ്പോൾ എഗ്രിമെന്റ് വരെ ആയ സാഹചര്യമാണ്. പക്ഷെ അവിടെയും ജനങ്ങളുടെ ഭാഗത്ത് എതിർപ്പുണ്ട്. അല്ല, അതൊരു ബോധവൽക്കരണത്തിന്റെ ഒരു ആവശ്യകത വരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ ഈ മാലിന്യങ്ങൾ എന്തായാലും നമുക്ക് സംസ്കരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം കൂടെ വരുന്നില്ലേ? ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും കാലം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംവിധാനമല്ലത്. ഇത് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ MCF ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന് നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തതല്ല. നമ്മൾ ഈ പഞ്ചായത്തിൽ ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കിടന്നു? പൊതുപ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ തന്നെയും അവർ കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഭരണം ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരെയും അത്തരത്തിൽ തന്നെ നമ്മൾ പെടുത്തേണ്ടിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ വരുന്ന ഒരു സംവിധാനം അതിന് ഉത്തരവാദികൾ തന്നെയാണ്. നമ്മൾ ഉത്തരവാദികളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തിൽ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളാണ്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അവർക്കത് കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ വകയിരുത്തുന്നതിന് വേണ്ടി എല്ലാ വർഷത്തിലെയും അവർക്ക് ഫണ്ട് അതിന് വിനിയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ വരികയും കൃത്യമായി ഇടപെടലുകൾ നടത്താതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ദയനീയത മനസ്സിലായി. അതിനേക്കാൾ ഉപരി ഈ തൊഴിലാളികൾ, ഈ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ഇവിടെ ജോലി ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരണം. അപ്പോഴറിയാം അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അന്നേരം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുമ്പോഴാണ് നമ്മൾ അവരുടെ അനുഭവിക്കുന്ന ആ ദുരിതപൂർണമായ ആ നേർക്കാഴ്ച നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഈ ഒരു ജോലികൾ ചെയ്യുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് അവരുടെ അത്രയും തൊഴിലാളികൾക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻഷുറൻസ് പരിരക്ഷ തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കണം. കാരണം അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് അവർ ഇരിക്കുന്നത്.
ഏത് സമയവും ആ വലിയ കോൺക്രീറ്റ് പാളികൾ അവരുടെ തടയിൽ അടന്ന് വീഴത്തക്ക രീതിയിലുള്ള സംവിധാനത്തിലിരുന്നാണ് അവർ ജോലി ചെയ്യുന്നത്. അല്ല, നമുക്ക് അവർക്ക് എന്തായാലും ഇത്തരം സംവിധാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്ത് ഇൻഷുറൻസ് പരീക്ഷ ഉൾപ്പെടെ ചെയ്ത് കൊടുക്കാൻ സാധ്യത ഉണ്ട്. എന്നാലും നമുക്ക് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ MCF ജോലി ചെയ്യുന്ന ഈ സഹോദരിമാർ അവരുടെ ആ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് മാറി നല്ല അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു MCF അതാണ് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഇപ്പം നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളെല്ലാവരും അവിടെ പോയി കണ്ടതാണ്. അവിടുത്തെ സാഹചര്യം വളരെ അധികം വൃത്തിഹീനവും മനുഷ്യത്വരഹിതമായ ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ജോലിയെടുക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു സത്വരമായ പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വാർഡുകളിലും MCF ഉണ്ടാവുകയും ഈ മാലിന്യം നല്ല ഹൈജീനിക്ക രീതിയിൽ സംരക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ പിന്നെ വാർഡുകളിൽ ചില വാർഡുകളിൽ ഈ ഹരിതകർമ്മസേനയുമായിട്ട് ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന തൊഴിലാളികളെ ജോലിക്ക് പുറത്ത് നിർത്തുന്ന സാഹചര്യങ്ങൾ 4-5 മാസം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സജീവമായിട്ട് വാർഡ് മെമ്പർമാർ ഇടപെട്ടിട്ടുണ്ട്. ഹരിതകർമ്മസേന ജോലിക്കാരെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അത്തരം ഇടപെടൽ നടത്താനുള്ള ആവേശം ഈ MCF രൂപീകരിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കാത്തത് എന്താണെന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് സത്വരമായ പരിഹാരം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിലവിലെ ഭരണ സംവിധാനമാണെങ്കിലും മുൻപ് ഉള്ള ഭരണ സംവിധാനമെങ്കിലും പൊതുപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും ഈ ഇവിടെ MCF ജോലി ചെയ്യുന്ന അമ്മമാരോട് വളരെ അനുഭവം പോലെ നിലപാടിലാണ് സംസാരിച്ചത്. വളരെ അടിയന്തരമായിട്ട് ഇവിടെ MCF വേണം എന്ന ആവശ്യം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. നമുക്ക് നിലവിലത്തെ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത്? നിലവിൽ ഒരിക്കലും ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. കഴിഞ്ഞ മെയ് മാസം ഞങ്ങൾ വാർഡുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ഷൻ ചെയ്തിട്ട് ഇവിടെ തുടരെ മഴയായതുകൊണ്ട് സെഗ്രിഗേഷൻ ചെയ്തവരുണ്ട്, ചെയ്യാനുള്ളവരുണ്ട്. എല്ലാവരും എടുത്ത് ഈ റൂമുകളിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. ഈ മാസം അതുകൊണ്ട് വാർഡിൽ നിന്ന് ഇറങ്ങി പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾ വെച്ചിട്ട് പോകുന്നതിന് പിന്നാലെ തന്നെ ഉടനെ ആളുകൾ വിളിക്കുക. അതുപോലെ തന്നെ ഇത് MCF ആയിട്ട് വന്നതല്ല. ഇതിനു മുമ്പ് ഞങ്ങൾ 8 വർഷം മുമ്പ് ജോലിക്ക് ഇറക്കുമ്പോൾ നമുക്കൊരു MCF ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം എന്ന് പറഞ്ഞിട്ട് അവരവരെ വാർഡിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന സംവിധാനമായിരുന്നു. അപ്പോൾ നിലവിൽ ഇവിടെ കാട് കയറി കിടന്ന സ്ഥലത്ത് ഞാൻ തൊഴിലുറപ്പുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വാർഡിൽ ഒരു ഒഴിഞ്ഞ പ്രദേശമാണല്ലോ ഇതെന്ന് പറഞ്ഞ് തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ വൃത്തിയാക്കിച്ച് ഞങ്ങളുടെ ഒരു വാർഡിന്റെ പ്ലാസ്റ്റിക് അവിടെ ശേഖരിച്ചുകൊണ്ടിരുന്നപ്പം പഞ്ചായത്തിൽ നിന്ന് അന്നിരുന്ന ഭരണസമിതിയെ ഈ എല്ലാ വാർഡിന്റെ പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചു തുടങ്ങിയത്. പഞ്ചായത്തിന്റെ ഒരു ഒരുമിച്ചുള്ള ഒരു ഡംപിംഗ് കേന്ദ്രം പോലെ നമുക്ക് മാറ്റിയെടുത്തത് അത് ഒറ്റയ്ക്ക് ഒരു വാർഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ ഓരോ ചില വാർഡുകളിലൊക്കെ അങ്ങനെ അവനവന്റെ വാർഡിൽ നിന്ന് എടുക്കുക, അവിടെ വെക്കുക. ഇത് 19ാം വാർഡിന്റെ മാത്രം സാധനം കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം 20 വാർഡിന്റെ സാധനം ഇവിടെ കൊണ്ടുവെക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും കെട്ടിക്കിടക്കാൻ കാരണം ഈ നനഞ്ഞതും കുഴഞ്ഞതുമായ പ്ലാസ്റ്റിക്കുകൾ ഈ പാണ്ടാസ് എന്ന് പറഞ്ഞ കമ്പനി എടുക്കത്തില്ല. അല്ലാതുള്ള നല്ല പ്ലാസ്റ്റിക്കുകൾ നമ്മൾ സെഗ്രിഗേഷൻ ചെയ്ത് നനയാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല. നനയാതെ സൂക്ഷിക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇത്രയും കെട്ടിക്കിടന്ന് വേസ്റ്റ് ആയിട്ട് ഇത്രയും മലിനമായി കിടക്കുന്നത്. ഈ പറയുന്ന വേസ്റ്റ് വെക്കാൻ നനയാതെ ഒരു ഷെഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വേസ്റ്റും ആകത്തില്ല, നമ്മുടെ ഫണ്ട് ഒരുപാട് അനാവശ്യമായി ചിലവായി പോകത്തുമില്ലായിരുന്നു. ഈ ജോലിയിൽ തുടരാൻ പറ്റാത്തത് കണക്ക് കെട്ടിക്കിടക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ ജോലി തന്നെ ക്രമമായിട്ടല്ല നടക്കുന്നത്. അതായത് അതായത് നമ്മുടെ ഈ 6 ബ്ലോക്കിൽ 6 പഞ്ചായത്തുള്ളതിൽ ഈ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ഏജൻസി വർക്ക് ചെയ്യാത്തത്. വിളക്കുടി പഞ്ചായത്തിൽ നിലവിൽ ഏജൻസി വർക്ക് ചെയ്യുന്നില്ല. കൺസോർഷ്യത്തിന് കീഴിൽ തന്നെയാണിത് ജോലി ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഈ 8 വർഷത്തിനുള്ളിൽ MCFന്റെ മുഖ്യമായിട്ടുള്ള MCFന്റെ ഇപ്പം സാർ ഇവിടെയുള്ള പലരും പറഞ്ഞു MCF 2ാം വാർഡിൽ അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അവിടെ പ്രവർത്തനമില്ലെന്ന്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ MCF എന്ന് പറഞ്ഞാൽ MCF വെക്കുന്നതിന് എത്ര സ്ക്വയർ ഫീറ്റ്, അത് എങ്ങനെ വെക്കണം, അതുള്ള ആ ഒരു കൃത്യമായ സർക്കാർ നിർദ്ദേശിക്കുന്ന ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ഒരു മാനദണ്ഡം ഉണ്ട്. അപ്പം അതൊന്നുമുള്ള ആ ഒരു രീതിയിലല്ല അവിടെ 2ാം വാർഡിൽ MCF വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് നമുക്കിപ്പോഴും തുടർന്നുകൊണ്ട് ക്ലാസ് തന്നെ തന്നുകൊണ്ടിരിക്കുക ഈ ജോലിയെ പറ്റി പഠിക്കാൻ വേണ്ടി. അപ്പം ഈ ജോലിയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് MCFനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം കുറഞ്ഞത് 4000 സ്ക്വയർ ഫീറ്റെങ്കിലും നമുക്ക് വേണം. ഇപ്പം നമ്മുടെ 2ാം വാർഡിൽ എനിക്ക് തോന്നുന്നു ഒരു 600 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്തേ ഉള്ളൂ. ഒരിക്കലും പര്യാപ്തമല്ല. അല്ല. അപ്പം ആ 20 വാർഡ് എങ്ങനെ അവിടെ ജോലി ചെയ്യും? ഒക്കത്തില്ല. പിന്നെ വസ്തു കണ്ടെത്തി തരാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പം ഈ ഭരണസമിതി ഇനിയിപ്പം കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഇവര് മുന്നിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി ഇത്രയും 4 വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു. അത് 2 കൂട്ടം നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. 2 ഭരണസമിതിക്കും കൂടെ 4 വർഷം ഉപയോഗിച്ചിട്ടും
മാന്യമായ രീതിയിൽ ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ, ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരുവാൻ ഈ രണ്ട് ഭരണസമിതിക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണമാണ് നമുക്ക് ഉന്നയിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം, ഇവരുടെ അടിസ്ഥാന സൗകര്യം, ഇവർ ടോയ്ലറ്റ് പോലും ഇല്ലാതിരുന്നേ, നമ്മളായിപ്പോൾ അവിടെ ടോയ്ലറ്റ് ചെയ്തു. നമ്മളെയും കൊണ്ട് ചെയ്യാവുന്ന പരമാവധി എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ, മെഡിക്കൽ പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ട പിന്നെ ക്ലാസ്സുകൾ, ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MCFന് സ്ഥലം കണ്ടെത്താൻ 3 പേര് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം വെച്ചാൽ 1 മാസത്തിനുള്ളിൽ നമ്മളത് വേണ്ട നടപടി എടുത്ത് നല്ല, കാരണം ഈ 4000 അറിയാമല്ലോ, 4000 സ്ക്വയർ ഫീറ്റോളം വേണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു ചർച്ച. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും വേണമെങ്കിൽ ഈ 600 സ്ക്വയർ ഫീറ്റിനകത്ത് കൂടി വന്ന 2 വാർഡിനെ ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ MCF പണിഞ്ഞേ പറ്റും. MCFലെ ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഇവർക്ക് കൃത്യമായ ഒരു സ്ഥല സംവിധാനമുള്ള ഒരു MCF നിലവിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലില്ല. പക്ഷേ അതാത് വാർഡുകളിൽ നിന്ന് MCF സ്ഥാപിക്കാനായി ചെല്ലുമ്പോൾ പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തുന്നു. അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ശരിയാണോ? ആ വേസ്റ്റ് അതാത് വാർഡുകളിൽ നിന്നും വരുന്നത് കൊണ്ടല്ലേ ഒരുമിച്ച് വേസ്റ്റ് ആകുന്നത്? ഇപ്പോൾ ഇവിടെ നിന്ന് സാർമാർ പറഞ്ഞ് പിന്നെ ഈ ജോലി അത്രയ്ക്ക് മോശമായിട്ടുള്ള ജോലി, അല്ലെങ്കിൽ കാണുന്ന തരത്തിലുള്ള, പക്ഷെ ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്, ഇത്രയും മോശപ്പെട്ട ജോലി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ക്ലാസ് തന്നിരിക്കുന്നത് അങ്ങനെ, ഹരിതകർമ്മസേന ജോലി ചെയ്യുന്നത് പുതുതലമുറയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ജനങ്ങളാണ് ഞങ്ങളോട് സഹകരിക്കേണ്ടത്. ഓരോ വീടുകളിൽ നിന്ന് അവർ ശേഖരിച്ച് വെക്കുന്ന പിന്നെ മാലിന്യം ഞങ്ങളത് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സാ അത്. ശമ്പളം എന്താ കിട്ടുന്നുള്ളത് അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ മനസ്സുകൊണ്ടാണ് ഈ ജോലി ഇന്നും ഈ വിളക്കുടി പഞ്ചായത്തിൽ നടന്നു പോകുന്നത്. അപ്പം ഇത് പ്രദേശവാസികളോട്, താമസക്കാരോടാണ് ഈ സഹോദരിമാർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് അവർ ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോൾ അത് വേസ്റ്റായി മാറുന്നു. അത് ശരിയായ നിലപാടല്ല. അവിടെ ഒരു MCF വരുമ്പോൾ പ്രതിഷേധവുമായി പ്രദേശവാസികൾ എത്തുന്നതും ശരിയായ നടപടിയല്ല. എന്തായാലും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് അടിയന്തരമായ ഒരു MCF വേണം. അതിന് പത്തനാപുരം MLA വിഷയത്തിൽ ഇടപെടണം. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി MCFന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വെക്കാറുള്ളത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.